ഹായ്. ഹായ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ സൈറ്റ് മാപ്പ്, അതുപോലെ robots.txt ഫയൽ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ ഒരു ചെറിയൊരു ഇഷ്യൂസ് വന്നു. എന്താ വെച്ചാൽ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഇന്നലത്തെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ രാഹുൽ മറന്നിട്ടുണ്ടായിരുന്നു. രാഹുലാണ് മറന്നത്, പ്രശ്നക്കാരൻ. അപ്പോൾ രാഹുൽ മറന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, വീണ്ടും ഇത് എന്ത് ചെയ്യേണ്ടി വന്നു, ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്നലെ ഗൂഗിൾ അനലിറ്റിക്സ് എന്താണ്, അതിനെങ്ങനെ കണക്ട് ചെയ്യുക നമ്മളെ സൈറ്റായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതെന്തായി, അത് വീണ്ടും എന്തായി പോയി, ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നേരിട്ട് കിടക്കാം. ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് ഗൂഗിൾ അനലിറ്റിക്സ് എങ്ങനെയാണ് നമ്മൾ സൈറ്റായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അത് എന്താണെന്നുള്ളത് പറയണം. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സൈറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് ട്രാഫിക് വരുന്നതും അതേപോലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വന്നതും, എന്ത് സെർച്ച് ചെയ്തിട്ടാണ് ട്രാഫിക് വന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാന്ന് വിചാരിക്കുക, ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സെർച്ച് ആഡാണ് നമ്മൾ റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓർഗാനിക്കായിട്ട് എന്ത് ചെയ്യും, ട്രാഫിക് വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഈ പെയ്ഡ് ആഡ് വഴി എന്ത് ചെയ്യും, ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. അപ്പോൾ ഈ രണ്ട് ട്രാഫിക്കും തിരിച്ചറിയാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. എത്ര പെയ്ഡ് ആഡ് വഴി എത്ര ട്രാഫിക്കാണ് വന്നത്, അതേപോലെ തന്നെ നമ്മുടെ SEO ചെയ്തിട്ട് ഓർഗാനിക്കായിട്ട് എത്ര ട്രാഫിക്കാണ് വന്നത്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ വെബ്സൈറ്റിൻ്റെ ഓരോ പെർഫോമൻസ് നമ്മളെ എന്താ പറയുക ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്ത് ചെയ്യും, പറ്റുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് അതേപോലെ നമുക്ക് ഇത് മറ്റൊരു ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഏത് ഓഡിയൻസ് വന്നു, എന്താണ് അവരെ ഉദ്ദേശം, അതായത് ഇപ്പൊ ഏത് ലൊക്കേഷനിലാണ് ആളുകൾ വന്നത്, അതേപോലെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ ഏതൊക്കെ തരത്തിലുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് ഇതിൽ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, SEO ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു വെബ്സൈറ്റ് ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം, ഏതൊക്കെ രീതിയിലേക്ക് പോകണം, ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല എന്നൊക്കെ തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പറ്റും. ഓക്കെ, നമ്മളെപ്പോഴും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാൻ, ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റും, പെട്ടെന്ന് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. റിപ്പോർട്ട് വെച്ചാൽ ഇപ്പോൾ ഡെയിലി റിപ്പോർട്ടാണോ, വീക്ക്ലി ഉള്ള റിപ്പോർട്ടാണോ, മന്ത്ലി? അത് മന്ത്ലി റിപ്പോർട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 30 ദിവസം എടുക്കാം. അപ്പോൾ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരു മാസം നമ്മൾ ഉപയോഗിച്ച സ്ട്രാറ്റജിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം അടുത്ത മാസത്തേക്ക് എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും, പറ്റും. ഓക്കെ, അതിന് എപ്പോഴും റിപ്പോർട്ട് അത്യാവശ്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ക്ലയന്റിന് റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അതെ മുപ്പര് മറക്കാത്തതുകൊണ്ട് ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. ഓക്കെ, മറന്നിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ അനലിറ്റിക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് ടുഡേ എന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കൊരു പേജിലോട്ട് പോകും. ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ട് വരും, അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ട് വരും. ഇവിടെ നമ്മളെ പേര് എന്ത് ചെയ്യുക, കൊടുക്കാം. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സർവീസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി നെയിം വരും. നമ്മുടെ പ്രോപ്പർട്ടി നെയിം എന്താ, നമ്മളെ വെബ്സൈറ്റിൻ്റെ അതേ പേര് തന്നെയാണ്, അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാം. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നമ്മളെ ഇന്ത്യ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളെ ക്ലയന്റിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അതെ, നിങ്ങളെ ക്ലയന്റ് US ആണെങ്കിൽ അപ്പോൾ US ആയിരിക്കണം ചോദിക്കുക. അതായത് നിങ്ങളെ ലൊക്കേഷൻ അല്ല നോക്കുന്നത് അല്ലേ? അതെ, ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ കറൻസി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഇന്ത്യൻ റുപ്പി എന്നാണ്. അത് എന്ത് ചെയ്യുക, അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൻ്റെ ഒരു ഡീറ്റെയിൽ, അതായത് നമ്മളെ ബിസിനസ്സിൽ എത്ര പേര് അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം വലിപ്പം നമ്മുടെ ബിസിനസ്സിനുണ്ട്, അതേപോലെയാണ് ബിസിനസ് കാറ്റഗറി എല്ലാം നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ബിസിനസ് കാറ്റഗറി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ആരുടെ ആണോ ചെയ്യുന്നത് അതേ കാറ്റഗറി കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോ ഉണ്ട്, നമ്മളെ ഒരു പ്ലേലിസ്റ്റ്,
അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ആണ്, മറക്കാതെ കാണാം. അത് ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പറായിട്ട് ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോക്കാം. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഉപയോഗിക്കുക. പിന്നെ നമ്മളെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? നമുക്ക് ലീഡ് ജനറേഷൻ വേണം, അതേപോലെ സെയിൽസ് വേണം, പിന്നെ ട്രാഫിക് വേണം, പിന്നെ അതേപോലെ എൻഗേജ്മെന്റ്സ് വേണം. എൻഗേജ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് ആളുകളുടെ ഇടപെടണം. അതൊക്കെ ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാവുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താവും, ക്ലോസ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, അക്സെപ്റ്റഡ് കൊടുക്കുക. അക്സെപ്റ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അതൊക്കെ നോക്കാം, വായിക്കാം. അതെ, ഇഷ്ടം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ വെബ് എന്നുള്ളതുണ്ട്. വെബ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാനായിട്ട് വരും. ഓക്കെ ഓക്കെ, നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ബെസ്റ്റ്. അതെ, ഓക്കെ ഓക്കെ, വെബ്സൈറ്റിൻ്റെ ലിങ്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മളെ വെബ്സൈറ്റിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, HTTPS ആവശ്യമില്ല, വേണ്ട. ഓക്കെ, ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇതിവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് 48 മണിക്കൂർ ഇതിനുള്ള ടൈം ഉണ്ട്. ആ ഒരു ടൈമിനുള്ളിലാണ് ഇത് സെറ്റായി വരിക. ഇവിടെ നമ്മളായിട്ട് ഗൂഗിൾ ടാഗ് മാനേജർ ആഡ് ചെയ്യാനുള്ള കോഡ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ടാഗ് മാനേജറിലേക്ക് നമ്മളെ സൈറ്റ് കണക്റ്റ് ആക്കണം. അതായത് സൈറ്റിൽ നടക്കുന്ന കൺവേർഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ ടാഗ് മാനേജർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് എടുത്തിട്ട് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലോട്ട് ഇടണം. അത് എവിടെയാണ് ഇടുക എന്നുള്ളത് നമ്മൾ അവർക്ക് കാണിച്ചു. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഇന്നലെ ചെയ്തതാണ് കേട്ടോ, വീണ്ടും ചെയ്യാണ്, ചെയ്യിപ്പിക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കണ്ടു, ഇവിടെ സ്ക്രിപ്റ്റ് എന്നാണ് ആദ്യം തന്നെ തുടങ്ങി. ഈ സ്ക്രിപ്റ്റ് ടാഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കോഡാണ്, മീൻസ് ഇപ്പോൾ പറഞ്ഞാൽ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡാണ് ഇത് കാണുന്നത്. ഈ വിൻഡോ ഡോട്ട് ഡാറ്റ ലെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡാണ്. ഈ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡ് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യണം, നമ്മുടെ HTML ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് കോഡ് പ്ലേസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏറ്റവും താഴത്താണ്, അതായത് ബോഡി ടാഗിൻ്റെ ഏറ്റവും താഴത്താണ്. അതിന് വേണ്ടി കാണിച്ചു തരാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെന്ത് ചെയ്യുക, നേരെ കോപ്പി ചെയ്തിട്ട് നമ്മൾ VS കോഡ് പോയതിന് ശേഷം ഈ ബോഡിൻ്റെ മുകളിലും ഏറ്റവും ഈ HTML ടാഗിൻ്റെ പുറത്തുമായിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് പറയാം, സ്ക്രിപ്റ്റ് ടാഗ് എപ്പോഴും താഴ്ത്തിടാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ലോഡായി വരുമ്പോൾ ഈ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡും എന്ത് ചെയ്യും, ലോഡായി വരും. ഈ പറഞ്ഞ ലിങ്കൊക്കെ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡും പിന്നെ അവരുടെ കുറച്ച് ഫങ്ഷനാലിറ്റീസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ലോഡ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ഡിസൈന്, നമ്മുടെ HTML സ്ട്രക്ചർ, പിന്നെ ഈ ഡിസൈനൊക്കെയാണ് വരുന്നത്. പിന്നെയാണ് അത് നമുക്ക് ആവശ്യമുള്ളൂ, പിന്നീടാണ് ഫങ്ഷനാലിറ്റീസിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും താഴത്തിടുന്നത്. നമ്മളിത് നെക്സ്റ്റ് പ്ലേലിസ്റ്റൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നെക്സ്റ്റ് പ്ലേലിസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റൊക്കെ നമ്മൾ കൂടാതെ തുടങ്ങുന്നുണ്ട് അടുത്തായിട്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ, അതായത് നിങ്ങൾക്കൊന്നും ഇതുവരെ കിട്ടാത്ത ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല ബേസിക്സ് മുതൽ കോർ വരെ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ജാവാസ്ക്രിപ്റ്റ് എടുക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് 24 hours സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലും കൂടി നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ആ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാര്യം ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചെന്ത് ചെയ്യുക, നമ്മളെ ടാഗ് മാനേജറിൻ്റെ ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളതുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പുഷ് ഹോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മൾ കാണിച്ചു തന്നിരുന്നു, അതായത് ഒന്നും കൂടി പോയിട്ട് നെറ്റ്ലിഫൈയിൽ ഒന്നും കൂടി എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്തു, പുഷ് ചെയ്തു. കാരണം എന്താണെന്നുള്ള കാരണങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗിറ്റ്ഹബിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഗിറ്റ്ഹബിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, വീണ്ടും ഇന്നലെ ചെയ്ത അതേ പ്രോസസ്സാണ്. ഒന്നും കൂടി പുഷ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒന്ന് വെരിഫൈ ടെസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, വെരിഫൈ ആയി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നലെ സെർച്ച് കൺസോൾ ആഡ് ആക്കുന്നതും അതേപോലെ ഇതും ഏതായിരുന്നു, ഗൂഗിൾ അനലിറ്റിക്സും ടാഗ് മാനേജറും
കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ട്. പിന്നെ അതേപോലെ robo.txt സൈറ്റ് മാപ്പും ഈ ഇത്തരം കാര്യങ്ങളാണ് എന്ത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. അത് സെർച്ച് കൺസോളിൻ്റെ ആണ്. ഇതിന് ഇപ്പം നമുക്ക് നെക്സ്റ്റ് തുടങ്ങൂല. ഓക്കെ ഓക്കെ, ഇനി പെൻഡിങ് ആണ്. പെൻഡിങ് ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, റെഡി ആയിക്കോളൂ അല്ലേ. ഇതാ ഇതന്നെ ഡാഷ്ബോർഡ്. ഇത് ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഡാഷ്ബോർഡാണ്. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ എല്ലാ ഡാറ്റാസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അപ്രൂവ് ആയി കഴിഞ്ഞ് വെരിഫൈ ആയി ഇവിടെ നമുക്ക് സൈഡിൽ കാണാനായിട്ട് പറ്റും എന്ത് ആക്റ്റീവ് യൂസേഴ്സ് എത്ര പേരുണ്ട്, ലൈവിൽ എത്ര പേരുണ്ട്, ഏത് കൺട്രിയിൽ നിന്ന് വരുന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മൾ ആ പ്ലേലിസ്റ്റിൽ. അത് എന്ത് ചെയ്യുക, ഫുൾ കയറി കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഏതാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താ അതിൽ ഉണ്ട്. ഓക്കെ, ഒന്ന് പോയി കണ്ടാൽ മതി. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മളുടെ വെബ് ഡിസൈനിങ് ആൻഡ് SEO എന്നുള്ള കോഴ്സ് ഇന്നത്തോടെ കഴിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായി വെബ് ഡിസൈനിങ് ഫോക്കസ് ചെയ്ത് പിന്നെ ആ വെബ് ഡിസൈനിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹോസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഫ്രീ ഹോസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇനി ഫ്രീ ഹോസ്റ്റിംഗ് അല്ല, പെയ്ഡ് വേർഷൻ, അതായത് പ്രോപ്പറായിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് പുഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, നിങ്ങൾ AWS വെച്ചിട്ടില്ലെങ്കിൽ S3 ബക്കറ്റ് എന്നുള്ള പല കൺസെപ്റ്റ് ഉണ്ട്, വെബ് സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായും ചെയ്യുന്നതാണ്. ഓക്കെ, വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ തീർച്ചയായും ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻസ്പിറേഷൻ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല നല്ല ഓരോ കണ്ടൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞാൽ, ഇത് ഇന്നത്തോടെ കഴിഞ്ഞ് ഇനി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ന്യൂ പ്ലേലിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചത് കുറേ കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മൾ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങും. കൂടുതലും ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മൾ തുടങ്ങാൻ കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായും ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് തുടങ്ങും. ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ നോർമലി ഒരു അവിടെ ഇവിടെ പറയാതെ നേരെ മറിച്ച് അതിൻ്റെ കോർ കൺസെപ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, അതായത് ബേസിക്സ് മുതൽ ഒരാൾക്ക് പോലും, അതായത് ലാംഗ്വേജ് എന്താ ജാവാസ്ക്രിപ്റ്റ് അറിയാത്ത ഒരാൾക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിക്സ് ടു കോർ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മളത് എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. അതിനോടാണ് പറയുന്നത്, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഈ കോഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ഈ താല്പര്യമില്ല BCA കഴിഞ്ഞിട്ട് കോഡിങ് എന്താ മനസ്സിലാവാതെ നിർത്തിപ്പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അവരും കൂടി എന്ത് ചെയ്യണം, IT ഫീൽഡിലേക്ക് കടക്കണം. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എന്താ വെച്ചാൽ അവർക്കൊക്കെ കോളേജുകളിലും പിന്നെ മറ്റുള്ള അവിടെയൊക്കെ പോയി പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ നോർമലി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കോളേജ് നിങ്ങൾ പോകുമ്പോൾ, അതുപോലെ സ്കൂളിൽ നിങ്ങൾ പോയി പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ കൺസെപ്റ്റിനെ കുറിച്ച് അറിയില്ല. പിന്നീടാണ് നല്ല രീതിയിലൊരു മെൻറ്റർ ഇല്ലെങ്കിൽ നല്ലൊരു ടീച്ചറൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടൈമിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്താ വെച്ചാൽ ഒന്നും കൂടി ഇൻസ്പിറേഷനാണ്. നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഓരോ നല്ല നല്ല കണ്ടൻസാണ് ഇനിയും നമ്മുടെ ചാനൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മൾട്ടിപ്പിൾ ഡൊമൈൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീർച്ചയായും എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മേണിൽ വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യും, റിയാക്ട് ചെയ്യും, അതുപോലെ Node.js ചെയ്യും, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. ഇനി അതല്ല, കോഡിങ് താല്പര്യമില്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഉള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. അതിനുള്ള അതായത് ബിഗിനർ ലെവലിലേക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്ലേലിസ്റ്റും നമ്മളെ വീഡിയോസും അതിലുണ്ട്. ആ പ്ലേലിസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ബേസിക്സ് കോഡിങ്, അതായത് ഇതുവരെ എന്താണ് കോഡിംഗ് എന്ന് അറിയാത്ത ഒരാൾക്ക് പോലും അത് പഠിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ കോഡിങ് പ്ലേലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്, അതും നോക്കുക. അത് കഴിഞ്ഞ ശേഷം ഈ വെബ് ഡിസൈനിങ് നോക്കുക. വെബ് ഡിസൈനിങ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ഇറക്കാൻ പോകുന്ന ചാനലാണ് ഓരോന്നും ഞാൻ പറഞ്ഞു. ഇപ്പോൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റും റിയാക്റ്റും മേണായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. ലൈവ് പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ എന്ത് ചെയ്യുക, ഒന്നിച്ച് പോവുക. അത് നിങ്ങൾക്ക് എന്താണ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടാവും, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇന്ന ലാംഗ്വേജ്
ലാംഗ്വേജിൽ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾ അതും കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കൂടുതലായി പറഞ്ഞ് ഞാൻ മടുപ്പിക്കുന്നില്ല. അടുത്ത പ്ലേലിസ്റ്റിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കീപ്പ് വാച്ചിങ്.